ഈ മലബാറിലെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM കൂടി ചേരുകയാണ്. റിയാസ്, ഏതൊക്കെ പ്രമുഖരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മിന്നുന്ന വിഷയം ഏതാണ് വിവിധ മുന്നണികളിൽ? അജിംഷാദ്, എന്തായാലും ഇന്ന് പ്രധാനമായും രണ്ട് സ്ഥാനാർത്ഥികളാണ് മലബാറിനെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്, മുന്നണി സ്ഥാനാർത്ഥികൾ. അത് ഒന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ്, മറ്റൊന്ന് വയനാട് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനാണ്. ഇരുവരും ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ അദ്ദേഹം റോഡ് ഷോയായാണ് പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. കൽപ്പറ്റയിലുള്ള വയനാട് കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തും. ആ റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്മൃതി ഇറാനിയായിരിക്കും K സുരേന്ദ്രനോടൊപ്പം ആ റോഡ് ഷോ നയിക്കുക. അതിനുശേഷമാണ് K സുരേന്ദ്രൻ വയനാട് കളക്ടറേറ്റിലെത്തി ജില്ലാ വരണാധികാരി കൂടിയായ രേണു രാജിന് പത്രിക സമർപ്പിക്കുക. മറ്റൊന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലും രാവിലെ 10 മണിയോടുകൂടി വടകരയിൽ നിന്നും റോഡ് ഷോയാണ് എത്തുക. ഈ റോഡ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അച്ചു ഉമ്മൻ ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ഉള്ള ഒരു റോഡ് ഷോ ആയിരിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അച്ചു ഉമ്മൻ ഷാഫി പറമ്പിലെ റോഡ് ഷോയിൽ ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അത് അവസാന നിമിഷം മാത്രമേ ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുകയുള്ളൂ. വടകരയിൽ നിന്നാണ് ഷാഫി പറമ്പിൽ പത്രിക സമർപ്പിക്കുന്നത്. വടകരയിലുള്ള ADM ഓഫീസിലാണ്. ഇന്നലെ വടകരയിലുള്ള മറ്റ് 2 മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നു. ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും NDA സ്ഥാനാർത്ഥി CR പ്രബുൽകൃഷ്ണനും. ടീച്ചർ ഇന്നലെ 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. ഒപ്പം തന്നെ പ്രബുൽകൃഷ്ണൻ 1 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. രണ്ടുപേരും കോഴിക്കോട് കളക്ടറേറ്റിലുള്ള ADM ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. എന്നാൽ ഷാഫി അത് വടകരയിൽ തന്നെ ആക്കുകയായിരുന്നു. വടകരയിലുള്ള ADM ഓഫീസിലേക്കാണ് ഷാഫി പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ പത്രിക സമർപ്പിച്ചു. ഇടത് സ്ഥാനാർത്ഥി ആനി രാജയും ഇന്നലെ പത്രിക സമർപ്പിച്ചു. ഇന്നലെ വലിയ റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ അരങ്ങേറിയത്. എന്തായാലും BJP NDA ഇന്ന് റോഡ് ഷോ നടത്തുമ്പോൾ പരമാവധി ആളുകളെ, പ്രവർത്തകരെ മറ്റിടങ്ങളിൽ നിന്നുകൂടി എത്തിച്ചുകൊണ്ട് അവരുടെ കരുത്ത് തെളിയിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത്. മാത്രമല്ല, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിർണായകമായ ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് വന്നേക്കുമെന്നുള്ളതാണ്. കാരണം SDPI നിരുപാധികമായി UDFന് പിന്തുണ നൽകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പിന്തുണ UDFന് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കളടക്കം അതിനെ തള്ളിപ്പറയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പിന്തുണ നിരാകരിച്ചേക്കും എന്നൊരു സൂചനകൾ വരുന്നുണ്ട്. അത് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്തമായിട്ടായിരിക്കും ആ SDPI പിന്തുണ നിരാകരിക്കുന്ന വിവരം മാധ്യമങ്ങളെ അറിയിക്കുക എന്നൊരു സൂചനയാണ്. അതൊരു പക്ഷേ എവിടെ വെച്ചാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയുകയുള്ളൂ. തിരുവനന്തപുരത്തായിരിക്കാനാണ് സാധ്യത. എങ്കിൽ കൂടിയും അത് മലബാറിനെ സംബന്ധിച്ച്, SDPI സംബന്ധിച്ച് മലബാറിൽ തിരക്കേടില്ലാത്ത വോട്ടുകളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ നിരാകരിക്കുന്നതോടുകൂടി, കാരണം ദേശീയ തലത്തിൽ ഉൾപ്പെടെ SDPI പിന്തുണ വലിയ ചർച്ചാ വിഷയമാകുന്നു. ഇന്നലെ ഒരു BJP നേതാവ് ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ റോഡ് ഷോയിൽ SDPI വന്നിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അപകടം കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ പതാക പോലും ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ BJP മുതലെടുക്കും ഉത്തരേന്ത്യയിൽ എന്നത് ഭയന്ന് മുസ്ലിം ലീഗ് എന്ന വലിയ ഘടകകക്ഷി, വലിയ മതേതര മുഖം ഉണ്ട് എന്നൊക്കെ UDF തന്നെ അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടികൾ പോലും രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ നിന്നും മാറ്റിയ പശ്ചാത്തലത്തിൽ SDPIയുടെ വോട്ടുകൾ ഒരുപക്ഷെ പരസ്യമായി വേണ്ട എന്ന് പറയുന്നതിലേക്ക് കോൺഗ്രസ് നീങ്ങേണ്ടി വരും. കാരണം ആ അർത്ഥത്തിലുള്ള സമ്മർദ്ദം സാമൂഹികമായി കോൺഗ്രസിന് മേലുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് അതൊക്കെ, അല്ലേ റിയാസ്? അതായത് അജിംഷാദ് ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വയനാട്ടിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പതാക ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം, കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ പതാക രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ ഉപയോഗിച്ചപ്പോൾ അത് പാകിസ്ഥാന്റെ പതാകയാണോ എന്ന തരത്തിൽ അമിത്ഷാ ഉൾപ്പെടെ ഉത്തരേന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJP അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. കാരണം മുസ്ലിം ലീഗിൻ്റെതും പച്ച പതാകയാണ്. ആ ഒരു പച്ച നിറം വെച്ചുകൊണ്ട്, ആ പതാക വെച്ചുകൊണ്ട് BJP അത് രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി. അത് മുന്നിൽ കണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം കോൺഗ്രസിന് മുൻപിൽ വെച്ചത് എന്നാണ് മുസ്ലിം ലീഗ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അവർ
തന്നെ വ്യക്തമാക്കുന്നു. കാരണം ഇങ്ങനെ ഒരു വിവാദത്തിന് ഇട കൊടുക്കരുത്, BJPക്ക് ഒരു രാഷ്ട്രീയ പ്രചരണായുധം പോലും നൽകാത്ത വിധം ശക്തമായ രീതിയിൽ വേണം ഇത്തവണത്തെ റോഡ് ഷോ എന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് മറ്റൊരു തീരുമാനമെടുക്കുന്നു. മുസ്ലിം ലീഗിന്റെ പതാകയില്ലെങ്കിൽ കോൺഗ്രസിന്റെ പതാകയും വേണ്ട എന്ന തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ രണ്ട് പാർട്ടികളുടെയും ഉൾപ്പെടെ ഒരു പാർട്ടിയുടെയും UDFന്റെ ഒരു ഘടകകക്ഷികളുടെയും പതാക ഇല്ലാതെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വയനാട്ടിൽ അരങ്ങേറിയത്. അതിന് പകരം ത്രിവർണ്ണ നിറത്തിലുള്ള ബലൂണുകളിലും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും മാത്രമാണ് പ്രവർത്തകർ ഇന്നലെ ഏന്തിയിരുന്നത്. മലബാറിൽ നിന്നുള്ള വിവരങ്ങൾ, തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ